ഹായ് ഫ്രണ്ട്സ്, ഓരോ പേരിന് പിന്നിലും ഒരു കഥയുണ്ട്. മനുഷ്യരെ പോലെ തന്നെ മറ്റു ജീവികൾക്കും പേര് വന്നത് ഓരോ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിലാണ്. ജീവിലോകത്തെ ചില പേരുകൾക്ക് പിന്നിലെ രസകരമായ കാര്യങ്ങൾ പരിചയപ്പെടാം. ആദ്യം നമുക്ക് കാടിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒറാങ്കൂട്ടനെക്കുറിച്ച് നോക്കാം. മനുഷ്യൻ്റെ പരിണാമവുമായി ഏറെ ബന്ധമുള്ള ജീവിയാണ് ഒറാങ്കൂട്ടാൻ. ഇന്തോനേഷ്യയിലെയും മലേഷ്യയിലെയും മഴക്കാടുകളിലാണ് ഇവയെ കണ്ടുവരുന്നത്. മരങ്ങളിൽ താമസിക്കുന്ന ജീവികൾ അർബോറിയൻ അനിമൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ജീവികളിൽ ഏറ്റവും വലിയ ജീവിയാണ് ഒറാങ്കൂട്ടാൻ. മലായ് ഭാഷയിൽ നിന്നാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. ഉറാങ് എന്നാൽ വ്യക്തി, മനുഷ്യൻ എന്നെല്ലാമാണ് അർത്ഥം. ഉട്ടാൻ എന്നാൽ വനമെന്നും. അതായത് മലായ് ഭാഷയിൽ കാടിൻ്റെ മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് ഉറാങ്ങുട്ടാൻ എന്ന വാക്കുണ്ടായത്. ഇവയുടെ DNA-ക്ക് മനുഷ്യൻ്റെ DNA-യുമായി 97% സാമ്യവുമുണ്ട്. ശരീരഘടനയിലും മനുഷ്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യരെ പോലെ ചിരിക്കാനും മുഖങ്ങൾ തിരിച്ചറിയാനും കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തു വയ്ക്കാനും മറ്റു ജീവികളെ കണ്ടുപഠിക്കാനുമെല്ലാം ഉറാങ്ങൂട്ടാൻ കഴിയും. ഇവ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അറിവുകൾ കൈമാറാറുമുണ്ട്. അതിനാൽ കാടിൻ്റെ മനുഷ്യൻ എന്ന പേര് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഉറാങ്ങൂട്ടാന് തന്നെ. അടുത്തത് നമ്മുടെ റൈനോ ആണ്. ഭീമാകാരമായ കൊമ്പുള്ള ജീവിയാണ് കാണ്ടാമൃഗം. ഇവ ഭൂമിയിലെ ഏറ്റവും വലിയ സസ്തനികളിൽ ഒന്നാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കിയാൽ ആൾ വെജിറ്റേറിയനും. വലിയ കൊമ്പ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും മണ്ണിൽ കുഴിയുണ്ടാക്കാനുമാണ് ഉപയോഗിക്കുന്നത്. റൈനോയ്ക്ക് പേര് വന്നതും ഈ കൊമ്പിൽ നിന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ റൈനോകെറോസ്, ലാറ്റിൻ ഭാഷയിൽ റൈനോസെറോസ് എന്നീ പദങ്ങളിൽ നിന്നാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. റൈനോസ് എന്നാൽ മൂക്കെന്നാണ് അർത്ഥം. കെറാസ് എന്നാൽ കൊമ്പെന്നും. മൂക്കിന്മേൽ വലിയ കൊമ്പുള്ള ജീവിയാണല്ലോ റൈനോ. മൂക്കിൻ്റെ ഷേപ്പ് മാറ്റുന്ന സർജറി റൈനോപ്ലാസ്റ്റി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് കെമലിയോൺ. മഴക്കാടുകളും മരുഭൂമികളും പോലുള്ള ചൂടുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്ന ജീവിയാണ് കെമലിയോൺ. ഇവ പല്ലിവർഗത്തിലാണ് ഉൾപ്പെടുന്നത്. പെട്ടെന്ന് നിറം മാറാനുള്ള കഴിവ്, നീണ്ട നാവ്, പെട്ടെന്നുള്ള കണ്ണിൻ്റെ ചലനങ്ങൾ എന്നിവ ഇവയുടെ പ്രത്യേകതയാണ്. ലാറ്റിൻ വാക്കായ കെമലിയോണിൽ നിന്നാണ് ഈ പേര് വന്നത്. കെമായി എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ നിലമെന്നും ലിയോൺ എന്നാൽ സിംഹമെന്നുമാണ് അർത്ഥം. അതായത് നിറങ്ങൾ മാറി അത്ഭുതപ്പെടുത്തുന്ന നിലത്തെ രാജാവ്. അടുത്തത് ലെമറാണ്. ആഫ്രിക്കയിലെ മഡഗാസ്കർ രാജ്യത്ത് കാണപ്പെടുന്ന കുരങ്ങ് വർഗത്തിൽപ്പെടുന്ന ഒരിനം ജീവിയാണ് ലെമർ. പ്രേതം എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായ ലെമറസിൽ നിന്നാണ് ഈ പേര് വന്നത് എന്ന് കരുതുന്നു. ലെമുർ പ്രേതങ്ങൾ രാത്രിയിൽ അലഞ്ഞു നടക്കുകയും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് മിത്ത്. രാത്രിയിൽ അലഞ്ഞു നടക്കുന്ന സ്വഭാവവും നമ്മുടെ ലെമുറിനുമുണ്ട്. ഇവയുടെ വിചിത്രമായ കണ്ണുകളും ഈ പേരിലേക്ക് എത്തിക്കാൻ കാരണമായിരിക്കാം. അടുത്തത് നമ്മുടെ ഫ്ലെമിംഗോകളാണ്. അലഞ്ഞു നടക്കുന്ന പക്ഷികളായ ഫ്ലെമിംഗോകളെ തിരിച്ചറിയാൻ അവയുടെ നീളമുള്ള കാലുകളും മഞ്ഞ കലർന്ന പിങ്കു നിറമുള്ള ചിറകുകളും മാത്രം മതി. ഈ നിറത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഫ്ലെമിംഗോകൾ ആഹാരമാക്കുന്ന ഒരിനം ആൽഗയിൽ നിന്നും ലഭിക്കുന്ന ബീറ്റാ കരോട്ടിൻ എന്ന പിഗ്മെൻ്റാണ് ഈ നിറത്തിന് കാരണം. തീജ്വാലയുടെ നിറം തന്നെയാണ് ഇവയ്ക്ക് ഈ പേര് വരാനും കാരണം. പോർച്ചുഗീസ് ഭാഷയിൽ ഫ്ലമിംഗോ എന്നാൽ ഫ്ലെയിം കളേർഡ്, അതായത് തീജ്വാലയുടെ നിറമുള്ളത് എന്നാണ് അർത്ഥം. അടുത്തത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവിയാണ് ഹിപ്പോപ്പൊട്ടാമസുകൾ. ചെറിയ തടാകങ്ങളിലും ജലാശയങ്ങളിലും എല്ലാമാണ് ഇവ ജീവിക്കുന്നത്. ആഫ്രിക്കൻ വൻകരയിലാണ് ഹിപ്പോയെ കാണപ്പെടുന്നത്. ഗ്രീക്ക് എഴുത്തുകാരനായ ഹെറോഡോട്ടസ് ആണ് ഈ ഭീമനെക്കുറിച്ച് ആദ്യമായി എഴുതിയത്. ഗ്രീക്ക് ഭാഷയിൽ ഹിപ്പോ എന്നാൽ കുതിര എന്നാണ് അർത്ഥം. പൊട്ടാമോസ് എന്നാൽ നദിയും. എന്നാൽ കുതിരയുമായി ഒരു ബന്ധവും ഒറിജിനൽ ഹിപ്പോയ്ക്കില്ല.